ഇരുകാലുകളുടെ തൊഴുത്തിൽ നീ എന്നെ കെട്ടി. എന്റെ വിവാഹം മുടങ്ങി. ഇനി നിനക്ക് ആഘോഷിക്കാം. വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങുന്ന താരത്തിന്റെ മറ്റൊരു മുഖം ആരാധകർ കൂടി അറിയട്ടെ. അറിഞ്ഞടേ, ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ നിലവാരം ഇടിയും. കുടുംബത്തിൽ പറഞ്ഞ ഒറ്റ പെണ്ണും ഇനി എന്നെ വിവാഹം കഴിക്കില്ല. അതും കൂടി ആവുമ്പോ നിന്റെ പ്രതികാരം പൂർത്തിയാവും, അല്ലേ? പ്രതികാരം ആണുങ്ങളുടെ മാത്രം ജന്മാവകാശമല്ലെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായോ? 10 മാസത്തിന് മുമ്പ് ഒരു പെണ്ണ് നിങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഉപേക്ഷിക്കരുതേന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ അവളെ ആട്ടി പുറത്താക്കി. ചാൻസ് അന്വേഷിച്ച് മദ്രാസിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്ന കാലത്ത് നിങ്ങളെ തീറ്റിപ്പോറ്റിയത് അവളാണെന്ന് പോലും ഓർക്കാതെ, സ്വന്തം കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ പരസ്യമായി തേവിടിച്ചെന്ന് വിളിച്ചു. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഭീരുവായി അവൾ ആത്മഹത്യ ചെയ്തു. വസ്ത്രം മാറുന്ന പോലെ കാമുകിമാരെ മാറുന്നത് സൂപ്പർ സ്റ്റാറിന് ഭൂഷണമായിരിക്കും. പക്ഷെ എന്നും ഭാഗ്യവും സമയവും അനുകൂലമായിരിക്കില്ലെന്ന് ഓർത്താൽ നന്ന്. നീ ആരുടേത് പറയാൻ? പ്രവാചകയോ? ആ തെരുവ് നാടകക്കാരൻ രാജേന്ദ്രബാബു തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ചതിന് മന്ത്രി ഭാർഗവനെ കൊന്നെന്ന് പറഞ്ഞ് നീ കുറെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി. പേടിച്ചു പിടിച്ച് അയാൾ രാജിവെച്ചു. വിരോധമുള്ള എല്ലാരെയും അതുപോലെ കരുവാരി തേക്കാമെന്ന് കരുതി അഹങ്കരിക്കണ്ട. ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച തകരയ്ക്ക് അങ്ങനെ ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ ആവില്ലെന്ന് കരുതിക്കോ. നിന്നോട് പകരം ചോദിക്കാൻ എനിക്കറിയാം.